ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തേത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിലൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ. നമ്മുടെ തുർക്കി പത്തിരി അല്ലെങ്കിൽ ചുരുക്കപ്പം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഒരു ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ തുർക്കി പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അതിൻ്റെ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതൊരു പാനിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾ, ഉപ്പ്, മുളക് പൊടി മാത്രം ഇട്ടിട്ട് 200 ഗ്രാം അളവിൽ ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം കൈകൊണ്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ 200 ഗ്രാം അളവിൽ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഒന്നങ്ങ് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് ചിക്കൻ മൊത്തത്തിൽ വേറൊരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് ഈ ഒരു സെയിം പാനിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂണും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരല്പം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഇട്ടതാണ്, ഒന്ന് ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇതാ രണ്ടും കൂടി നന്നായിട്ട് മിക്സാക്കി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ സവാള ഈ ഒരു രീതിയിലൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മൂന്നും കൂടി ഒന്നിച്ച് ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. മൂന്നും കൂടി ഒരു 1.25 ടേബിൾ സ്പൂണാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു സമയത്ത് ഫ്ലെയിം അവിടെ കുറച്ച് വെക്കണേ, അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടുന്നവരെ വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി മാത്രമാണ് പൊടികളായിട്ട് നമ്മൾ ചേർക്കുന്നുള്ളൂ. വേറെ ഒന്നും വേണ്ട, കാരണം ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനല്ലേ എടുക്കുന്നത്. അപ്പോൾ ഇതാ പൊടികൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കനില്ലേ അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിക്കൻ്റെ മസാല റെഡിയാക്കി എടുക്കുക കേട്ടോ. പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്, ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ഇതാ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചിക്കനും മസാല ഒക്കെ കൂടി ഒന്ന് മിക്സായി ഒന്ന് ഒരു ആവി വരാൻ വേണ്ടിയിട്ട് ഒന്നങ്ങ് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കണേ. ഇനി നമ്മുടെ തുറക്കി പത്തിരിയിലേക്ക് വേണ്ടുന്ന പത്തിരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മാവ് റെഡിയാക്കി എടുക്കണം. നമുക്ക് ആദ്യം തന്നെ 1.25 കപ്പ് മൈദയാണ് ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചായിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല സോഫ്റ്റ് ഡോ ആക്കി മാറ്റിയെടുക്കുക കേട്ടോ. നമ്മൾ നോർമൽ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതിൽ ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആക്കാൻ നോക്കണം മാക്സിമം. അങ്ങനെ ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇറച്ചിപ്പത്തിരിക്കൊക്കെ കുഴക്കുന്നില്ല അതേ രീതിയിൽ തന്നെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇതാ ഈ ഒരു മാവിൻ്റെ കൂട്ടത്തിൽ ഞാൻ വേറൊരു കുഞ്ഞു മാവും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു തുറുക്കി പത്തിരി കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു റിബൺ ആക്കിയിട്ട് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊട്ടും തന്നെ നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ മാവ് കിട്ടാൻ വേണ്ടിയിട്ട് 3 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നുകിൽ ക്യാരറ്റ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക, ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട്. എന്നിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തിട്ട് അതിലേക്ക് മൈദയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബീട്രൂട്ടിൻ്റെ പീസില്ലേ അത് അന്നേരം ഒരു പിങ്ക് കളർ ഉണ്ടാവുക കേട്ടോ. ബീട്രൂട്ടിൻ്റെ പീസ് കട്ട് ചെയ്തിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ നീര് കൊണ്ടും ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാം. എല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് കളർ 1-2 ഡ്രോപ്പ് ഫുഡ് കളർ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വേണ്ടിയെങ്കിലും കുഴച്ചെടുക്കാം. ഇതൊട്ടും തന്നെ നിർബന്ധമില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാതിരുന്നത്. നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് റോൾ ചെയ്ത് വെക്കുമ്പോൾ നല്ലൊരു ഭംഗി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 6 പീസ് മുട്ട, അതായത് 3 മുട്ട നന്നായിട്ട് പുഴുങ്ങി എടുത്തിട്ട് നേരെ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ തുർക്കി പത്തിരി സെറ്റ് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ ഇതുപോലൊരു ബോൾ എടുത്തിട്ട് കൗണ്ടർ ടോപ്പിലോ ബോർഡിലോ വെച്ചിട്ട് നന്നായിട്ട് കുറച്ച് പൊടി തൂകിയിട്ട് നല്ലപോലെ പരത്തിയെടുക്കുക കേട്ടോ. എല്ലാ സൈഡും ഒരേ കനത്തിൽ വരുന്ന രീതിയിൽ പരത്തിയെടുക്കുന്നുണ്ട്. ഈ ഒരു വലുപ്പത്തിൽ പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മസാലയില്ലേ അത് 1-2-3 സ്പൂൺ നിങ്ങൾക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പീസ് മുട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രത്യേകം ശ്രദ്ധിക്കാം, നമ്മൾ സാരിക്കൊക്കെ ചുരുക്കിടുന്നില്ല, അതായത് ഞൊറിയിടുന്നില്ലേ, ആ ഒരു രീതിയിൽ നമ്മൾ ഈ പത്തിരിനെ ചെയ്തെടുക്കണം. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് വേഗം പെട്ടെന്ന് പറ്റും കേട്ടോ. ഇതുപോലെ ലാസ്റ്റ് വരുന്നവരെ ഇങ്ങനെ ചുരുക്കിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിഡിൽ ഭാഗം പ്രസ് ചെയ്ത് ഒന്നങ്ങ് തിരിച്ചു കൊടുക്കുക. ഇത്രയും പരിപാടികളും മുകളിലൊരു ചെറിയൊരു പൂ പോലെ വിരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള തുർക്കിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ മതി കേട്ടോ. ആ ഒരു റിബൺ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്തെടുത്താൽ മതി, ഒട്ടും തന്നെ നിർബന്ധമില്ല. ഞാൻ എന്തായാലും ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഞാൻ റിബണ് ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്തിട്ട് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്? ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് മൊത്തത്തിൽ ചെയ്തെടുക്കുക, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ഇതാ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ തുർക്കി പത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ എളുപ്പമാണ്. പക്ഷേ ആ ഒരു മിഡിലിൽ നമ്മൾ ചുരുക്കിടുന്ന ഭാഗമില്ലേ, ഞൊറിയിടുന്ന ഭാഗം, ആ ഭാഗം കുറച്ച് കട്ടിയുണ്ടാവും. അപ്പോൾ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ആ ഭാഗം ഒന്ന് കൂടുതൽ ടൈം എടുത്തിട്ട് ഫ്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നല്ല രീതിയിൽ കുക്കായി കിട്ടിക്കോളും. അങ്ങനെ ഇതാ നമ്മുടെ തുർക്കി പത്തിരി കുക്കായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പോൾ എന്തായാലും എപ്പോഴും ഒരേ ടൈപ്പിൽ നമ്മൾ സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് സെർവ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കുമല്ലോ കാണാൻ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാണെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഞാൻ ഇതാ മൊത്തത്തിൽ ചുട്ടെടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്